പോയിൻറ്റേഴ്സ് ആൻഡ് വൺ ഡയമെൻഷണൽ അറേയ്സ്. ഒരു പോയിൻറ്ററിനെ എങ്ങനെ ഒരു വേരിയബിളിലേക്ക് പോയിൻ്റ് ചെയ്യിക്കാം, ആ പോയിൻ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വേരിയബിളിനെ ആക്സസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി ഒരു അറേയുടെ അകത്തെ അറേ എലമെൻസിനെ പോയിൻ്റർ വെച്ചിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു പോയിൻ്ററിനെ അറേയിലേക്ക് പോയിൻ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പോയിൻ്ററിനെ അറേയുടെ ബേസ് അഡ്രസ്സിലേക്ക് പോയിൻ്റ് ചെയ്യിക്കുക എന്നാണ്. സോ വാട്ട് ഈസ് ബേസ് അഡ്രസ്? ബേസ് അഡ്രസ് ഇസ് ദി ലൊക്കേഷൻ ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി അറേ. അതായത് അറേയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ, അതിനെയാണ് നമ്മൾ ബേസ് അഡ്രസ് എന്ന് പറയുക. അപ്പോൾ അറേയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ദി അറേ നെയിം ഇസ് ദി കോൺസ്റ്റൻറ്റ് പോയിൻറ്റർ ടു ദി ഫസ്റ്റ് എലമെൻറ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സ്ട്രിങ് ഒക്കെ പഠിച്ച സമയത്ത് പറഞ്ഞതായിരുന്നു. അറേ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പോയിൻ്റർ ടു ദി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി അറേ. ഇത് അറേയിലെ ഫസ്റ്റ് എലമെൻറ്റിലേക്കുള്ള ഒരു പോയിൻ്ററാണ് അറേ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പോയിൻ്റർ എന്ന് മാത്രമല്ല പറഞ്ഞത്, കോൺസ്റ്റൻറ്റ് പോയിൻ്റർ എന്നാണ് പറഞ്ഞത്. കോൺസ്റ്റൻറ്റ് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ആ പോയിൻ്ററിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ എ എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ അറേക്ക് വേണ്ടിയിട്ടൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുമല്ലോ. ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയുടെ സ്റ്റാർട്ട് അഡ്രസ്സാണ് എ എന്ന് പറഞ്ഞ നെയിമിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ പി എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പി പ്ലസ് പ്ലസ് എന്നോ പി ഈക്വൽ ടു P+5 എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം. പീനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഏത് അഡ്രസ്സാണോ അതിലേക്ക് അസൈൻ ചെയ്ത് ആ അഡ്രസ്സ് പിന്നെ മാറ്റാൻ പറ്റില്ല. എന്നുവെച്ചാൽ അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമുക്ക് പ്രോഗ്രാമിനകത്ത് മാറ്റി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അറേ നെയിമിനെ കോൺസ്റ്റൻറ്റ് പോയിൻ്റർ എന്ന് പറയുന്നത്. പക്ഷേ അറേ നെയിം എന്ന് പറയുന്നൊരു പോയിൻ്ററാണ്, അതിൻ്റെ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ ഫസ്റ്റ് ലൊക്കേഷനിലേക്കുള്ള പോയിൻ്ററാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻറ്റ് എ ഈക്വൽ ടു 5 അല്ലേ, ഇൻറ്റ് എ ഓഫ് 5 ഈക്വൽ ടു 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് അറേ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഈ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അറേക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അതിനകത്ത് 1 2 3 4 5 എന്ന് പറഞ്ഞ വാല്യൂസ് വെച്ചു. സപ്പോസ് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1000 ആണെന്ന് വയ്ക്കാം. പിന്നെ ഒരു ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബൈറ്റ്സ് എടുക്കുമെന്നുണ്ടെങ്കിൽ 1000, 1001, 1002, 1003 ഇത്രയും ലൊക്കേഷൻസാണ് ഫസ്റ്റ് ഇൻറ്റിജറിന് വേണ്ടിയിട്ട് എടുക്കുക. പക്ഷേ അതിൻ്റെ അഡ്രസ്സായിട്ട് നമ്മൾ 1000 ആണ് എടുക്കുക. എന്നുവെച്ചാൽ 1000 മുതൽ 1003 വരെയുള്ള ലൊക്കേഷൻസ് 1 സ്റ്റോർ ചെയ്യാൻ എടുത്തു. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1000 ആയതുകൊണ്ട് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് 1000 ആണ്. ഈ അറയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സും 1000 ആണ്. ഇനി സെക്കൻഡ് എലമെൻറ്റ് എവിടെയാണ് സ്റ്റോർ ചെയ്യുക? 1003 വരെ ഫസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്തു. 1004 മുതൽ 1007 വരെ ഇത്രയാണ് സെക്കൻഡ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കുക. ദെൻ 1008 മുതൽ 1011 വരെ തേർഡ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ എടുക്കും. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ്സ് ആണെന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറിയുടെ അകത്ത് ആ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ 1 എന്ന് പറഞ്ഞതാണ് എ ഓഫ് 0, അതായത് 1000 എന്ന് പറഞ്ഞതാണ് എ ഓഫ് 0യുടെ അഡ്രസ്സ്. ദെൻ 2 എന്ന് പറയുന്നത് എ ഓഫ് 1 ആണ്. അപ്പോൾ 1004 ആണ് എ ഓഫ് 1ൻ്റെ അഡ്രസ്സ്. ദെൻ 1008 ആണ് എ ഓഫ് 2ൻ്റെ അഡ്രസ്സ്. ഇങ്ങനെയാണ് അഡ്രസ്സ് പോവുക. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് അതായത് അറേ നെയിം, അറേ നെയിമിനകത്ത് എന്താ ഉള്ളതെന്ന് പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഓഫ് 0യുടെ അഡ്രസ്സ് ഓഫ് എ ഓഫ് 0, അതായത് അമ്പസാൻ എ ഓഫ് 0, അതാണ് എ എന്ന് പറയുന്നത്. അതായത് അത് 1000 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 1000 എന്ന് പറഞ്ഞ അഡ്രസ്സ് തന്നെയാണത്. എ പോയിൻറ്റ്സ് ടു 1000 ആണ്. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്ററിനെ എ എന്ന് പറഞ്ഞ അറയിലേക്ക് പോയിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റ് സ്റ്റാർ പി എന്ന് പറഞ്ഞു, അതൊരു ഇൻറ്റിജർ പോയിൻ്ററാണ്. അതൊരു ഇൻറ്റിജർ വാല്യൂയിലേക്ക് പോയിൻ്റ് ചെയ്യുമ്പോഴും ഇൻറ്റിജർ അറയിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന സമയത്തും പോയിൻ്റർ ഡിക്ലറേഷനിൽ വ്യത്യാസമൊന്നുമില്ല. ഇൻറ്റ് സ്റ്റാർ പി എന്ന് തന്നെയാണ് നമ്മൾ എഴുതുക. ഇൻറ്റിലേക്കാണ് പോയിൻ്റ് ചെയ്യണത്. ദെൻ നമ്മളിപ്പോൾ എ എന്ന് പറയുന്നത് ഒരു നോർമൽ വേരിയബിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പി ഈക്വൽ ടു അമ്പസാൻഡ് എ എന്നായിരുന്നു കൊടുക്കുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു അറയാണ്. അറേ ആയതുകൊണ്ട് നമ്മൾ അമ്പസാൻഡ് എ എന്ന് പറയേണ്ട ആവശ്യമില്ല, പി ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ മതി. കാരണം എയുടെ അകത്ത് എന്താ ഉള്ളത്? ഒരു പോയിൻ്ററാണ്. എ എന്ന് പറയുന്നത് ഒരു പോയിൻ്ററാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് എയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അമ്പസാൻഡ് എ എന്ന് കൊടുക്കാൻ പാടില്ല, പി ഈക്വൽ ടു എ. ഇനി we can move through the array using P++. അതായത് പി ഇപ്പോൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യിക്കുന്നത്. നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പി പോയിൻ്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പി ഈക്വൽ ടു P+1 അല്ലെങ്കിൽ P++ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യിക്കും. അപ്പോൾ നമുക്കിങ്ങനെ അറേയുടെ അകത്ത് കൂടെ ഓരോ എലമെൻറ്റ്സ് ബൈ എലമെൻറ്റ് അറേനെ ട്രാവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് P++ എന്ന് പറഞ്ഞിട്ട് പീനെ എങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് പി വെച്ചിട്ട് ഓരോ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പോയിൻറ്റ്സ് ടു ദി ഫസ്റ്റ് എലമെൻ്റ് ആണ്. അതായത്
പിയുടെ അകത്തുള്ളത് A(0) അഡ്രസ്സാണ്, അതായത് 1000 ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ 1000 ആണ് പിയുടെ അകത്തുള്ളത്. ഇനി P+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 എന്ന് പറഞ്ഞ അഡ്രസ്സ് +1 ആണ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? +1 × 4. കാരണം 4 ആണ് അവിടുത്തെ സ്കെയിൽ ഫാക്ടർ. 4 ആണ് ഒരു ഇൻറ്റിജറിൻ്റെ സൈസ് ആയിട്ട് എടുത്തത്. അപ്പോൾ നെക്സ്റ്റ് ഇൻറ്റിജർ കിട്ടണമെങ്കിൽ 1000 + 1 × 4, അതായത് 1000 + 4, 1004. അതാണ് P+1 എന്ന് പറയുന്നത്. ഈ 1004 എന്ന് പറയുന്നതാണ് A(1) എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ P+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് കണ്ടെയ്ൻസ് ദി അഡ്രസ് ഓഫ് A(1), അതായത് 1004. ഇനി P+2 എന്ന് പറഞ്ഞാൽ P+2 × സ്കെയിൽ ഫാക്ടർ, അതായത് P+2 × 4, അതായത് P+8. P+8 എന്ന് പറഞ്ഞാൽ പിയിലുള്ള അഡ്രസ് +8. 1008ലേക്കാണ് P+2 പോയിൻ്റേക്ക്, അതായത് A(2) എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ അഡ്രസ്സ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ P+n എന്ന് പറഞ്ഞാൽ എന്താണ്? P+n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് കണ്ടെയ്ൻസ് ദി അഡ്രസ് ഓഫ് A(n). അപ്പോൾ നമുക്ക് A(n)ൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? *P+n എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് A(1)ലെ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ *A+1, A(2)ലെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ *A+2. അപ്പോൾ ടു ആക്സസ് A(n) വി ക്യാൻ റൈറ്റ് *P+n. അപ്പോൾ നമ്മൾ ഒരു അറയിലെ എലമെൻറ്റ്സിനെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ A(i) എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാല്യൂസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം എന്തെഴുതാം? *P+i. ഈ A(i) എന്ന് എഴുതുന്നതിന് പകരമാണ് നമ്മൾ ഈ *P+i എന്ന് എഴുതുന്നത്, വേർ P is a pointer pointing to A. ഇനി അഡ്രസ് ഓഫ് A(n) ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പറഞ്ഞതാണ് ബേസ് അഡ്രസ്, അതായത് P. ബേസ് അഡ്രസ് +n × സ്കെയിൽ ഫാക്ടർ, അതാണ് നമ്മുടെ അഡ്രസ് ഓഫ് A(n) എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പ്രോഗ്രാം എഴുതി നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ എക്സാമ്പിളിൽ പറഞ്ഞ അറേ തന്നെ A(5) എന്ന് ഡിക്ലെയർ ചെയ്തു, 1 2 3 4 5 അതിനകത്തേക്ക് വെച്ചു. P is a pointer pointing to A ആണ്, അപ്പോൾ P = A എന്ന് പറഞ്ഞു. ദെൻ ഇത് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ ഇൻഡെക്സിന് വേണ്ടി എടുക്കാനുള്ള വേരിയബിളാണ്, ലൂപ്പ് വേരിയബിളാണ് i. ജസ്റ്റ് ഞാൻ ആദ്യം അറേ ഒന്ന് പ്രിൻറ്റ് ചെയ്യാണ്. P എന്ന് പറഞ്ഞ പോയിൻ്റർ വെച്ചിട്ടാണ് അറേനെ പ്രിൻറ്റ് ചെയ്യാൻ പോണത്. സാധാരണ നമ്മൾ അറേ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതുന്ന ലൂപ്പ് തന്നെ, ഞാൻ ഫോർ ലൂപ്പാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്, ഇവിടെ വൈൽ ലൂപ്പ് എഴുതിയെന്ന് മാത്രം. i = 0 ഇവിടെ കൊടുത്തിട്ടുണ്ട്, i <5 ആണ് കണ്ടീഷൻ. ഇനി അതിനകത്ത് നമ്മൾ A(i) എന്ന് എഴുതുന്നതിന് പകരം എന്തെഴുതും? *P+i എന്ന് എഴുതും. അതായത് P+i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ് ഓഫ് ith എലമെൻ്റ് ആണ്, അവിടുത്തെ വാല്യൂ, അതാണ് *P+i. ദെൻ iനെ ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം *P+0, അതായത് ഫസ്റ്റ് എലമെൻറ്റ്, ദെൻ *P+1, *P+2, അങ്ങനെ *P+4 വരെ പോകും. അറയിലെ എലമെൻറ്റ്സ് എല്ലാം പ്രിൻറ്റ് ചെയ്യും. ഇനി അറയിലേക്ക് പോയിൻ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ P എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റർ അറയിലേക്ക് പോയിൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ ഇല്ലാണ്ട് തന്നെ നമുക്ക് അറേനെ ആക്സസ് ചെയ്യാം. കാരണം അറയുടെ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൊക്കേഷനിലേക്കുള്ള പോയിൻ്ററാന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് അറേ നെയിം വെച്ചിട്ട് തന്നെ യൂസിങ് അറേ നെയിം ആസ് പോയിൻ്റർ ടു ദി അറേ നമ്മളത് അറേനെ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കുക? സ്റ്റാർ ഓപ്പറേറ്റർ വെച്ചിട്ട്. നേരത്തെ ലൂപ്പ് തന്നെ ഇവിടെ ഞാൻ ഫോർ ലൂപ്പ് വെച്ചാണ് എഴുതിയത്. i = 0, i <5, i++ കൊടുത്തു. ഇനി A(0) പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ A(0) എന്ന് എഴുതുന്നതിന് പകരം A+0 എന്ന് നമുക്ക് എഴുതാം, *A+0 എന്ന്. അപ്പോൾ A(i)നെ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം A+i, *A+i നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റാൻ കാരണം A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. ഫസ്റ്റ് ലൊക്കേഷൻ്റെ അഡ്രസ് +0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൊക്കേഷൻ്റെ അഡ്രസ്സ് തന്നെ. ദെൻ ഫസ്റ്റ് ലൊക്കേഷൻ്റെ അഡ്രസ്സ്, അതായത് ബേസ് അഡ്രസ് +1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് എലമെൻറ്റിനെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുക. ബേസ് അഡ്രസ് +2 എന്ന് പറയുമ്പോൾ തേർഡ് എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഒരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ, അല്ലെങ്കിൽ പോയിൻ്റർ വേരിയബിളിലേക്ക് എനെ അസൈൻ ചെയ്യാതെ തന്നെ നമുക്ക് പോയിൻ്ററിൻ്റെ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് എയിലെ വാല്യൂസിനെ നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി നമുക്ക് ഈ i എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇല്ലാണ്ട് നമുക്ക് അറേനെ ട്രാവേഴ്സ് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ് അറേയുടെ അകത്തൂടെ ട്രാവേഴ്സ് ചെയ്യാൻ നമുക്ക് P++ എന്ന് പറഞ്ഞ് പോയാൽ മതിയെന്ന്. അപ്പോൾ ഇവിടെ i എന്നൊരു വേരിയബിൾ എടുക്കണില്ല, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാണ്ട് എങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ P A ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. P നമ്മളിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ്. P++ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ലൊക്കേഷനായിട്ട് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ്. അതപ്പോൾ എവിടെ വരെ പോവാം?
എയുടെ ലാസ്റ്റ് ലൊക്കേഷൻ വരെ പോവാം. ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ A(4)ൻ്റെ ലൊക്കേഷൻ, അതായത് A(4)ൻ്റെ അഡ്രസ്സ്. അപ്പോൾ P<= A(4)ൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം, *P പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം P എന്ന് പറഞ്ഞാൽ എന്താ, പോയിൻറ്റ്സ് ടു A(0) ആണ്. അപ്പോൾ *A(0) അല്ല P എന്ന് പറയുന്ന A(0)യുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് P ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ P പോയിൻ്റ് ചെയ്യുന്നത് A(1)ലേക്കാണ്. *P എന്ന് പറയുമ്പോൾ A(1) പ്രിൻറ്റ് ചെയ്തു, P ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ P പോയിൻ്റ് ചെയ്യുന്നത് A(2)ലേക്കാണ്. അങ്ങനെ P A(4)ലേക്ക് പോയിൻ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് P++ ചെയ്യുന്ന സമയത്ത് A(4)ന് ശേഷമുള്ള അഡ്രസ്സ്, അതായത് A(5) എന്നൊരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അഡ്രസ്സ്, ആ അഡ്രസ്സിലേക്കാണ്. അപ്പോൾ P <= A(4) എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫോൾസായി എക്സിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ P++ എന്ന് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും P എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ, ഒരു പോയിൻ്റർ എയിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എടുക്കണം. അതായത് അറേ നെയിം വെച്ചിട്ട് തന്നെ, അറേ നെയിമിനെ തന്നെ പോയിൻ്ററായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് തൊട്ട് മുകളിലെ ലൂപ്പ് പോലെ, ഈ ലൂപ്പിൽ നമ്മൾ ചെയ്ത പോലെ അറേ നെയിം തന്നെ പോയിൻ്ററായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ++ പറ്റില്ല. ++ എന്ന് പറഞ്ഞ സമയത്ത് അറേ നെയിമിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ നോക്കുകയാണ്. അതായത് അറേ നെയിം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പോയിൻ്ററാന്ന് പറഞ്ഞു, അതിനെ മോഡിഫൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് സമ്മതിക്കില്ല, ആ ഇൻക്രിമെൻ്റ് അലൗഡ് അല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പോയിൻ്റർ വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ പോയിൻ്റർ വേരിയബിൾ എടുത്തിട്ട് അറേയിലേക്ക് പോയിൻ്റ് ചെയ്യിക്കാം. ഇനി അതിൻ്റെ പൊസിഷൻ വാല്യൂസ് വെച്ചിട്ട് +i എന്ന് പറഞ്ഞിട്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പോയിൻ്റർ വേരിയബിളിൻ്റെ ആവശ്യമില്ല, അറേ നെയിം തന്നെ പോയിൻ്റർ വേരിയബിളായിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇതിനെ റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, ആദ്യം 3 ലൂപ്പിലും ഒരേ കാര്യങ്ങൾ തന്നെ പ്രിൻറ്റ് ചെയ്തു, അറേയിലെ എലമെൻറ്റ്സിനെ പ്രിൻറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു A++ ഒന്ന് കൊടുക്കാം. അത് കോൺസ്റ്റൻറ്റ് പോയിൻ്ററാണ്, മോഡിഫൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് അത് കാണിക്കാൻ നോക്കാം, കമ്പൈലർ എന്താ കാണിക്കാൻ നോക്കാം. ഇവിടെ കണ്ടോ, A++ൻ്റെ സ്ഥലത്ത് എറർ വന്നു. അതായത് അത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ വന്നത്.